സപ്പോർട്ടുണ്ട്. അവർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് എക്സസൈസ് ആണ്. അതിൽ നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ ജില്ലാ ഇൻചാർജ് മന്ത്രി റിയാദ് മിനിസ്റ്റർ സാറും അത് എല്ലാവരും നമുക്ക് സംസാരിച്ചു. ഫാമിലിയിലെ ഏത് സപ്പോർട്ടാണെങ്കിൽ നമുക്ക് സൈഡിൽ തയ്യാറാണ്. സോ വി ആർ ഹോപ്പിംഗ് ദാറ്റ് ഈ ഇഷ്യൂ നമുക്ക് പെട്ടെന്ന് റിസോൾവ് ആവും. നമുക്ക് അവരുടെ ടീമിൽ ട്രസ്റ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ NDRF ടീം, നേവി എല്ലാവർക്കും ഉണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് എക്സസൈസാണ്. മഴ ശക്തമായി ഉണ്ട് അവിടെ ഉത്തരാഖണ്ഡിൽ. അതുകൊണ്ട് ഇതിൽ ടൈം കുറച്ച് എക്സ്ട്രാ വേണ്ടി വരും. വിവരങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് അവിടെ നിന്നും ചേരുന്നത്. ഇർഫാൻ, കുടുംബമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെ രക്ഷാദൗത്യവും നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടർ അർജുൻ്റെ വീട് സന്ദർശിച്ചു. കളക്ടറിൻ്റെ വാക്കുകൾ എന്താണ്? ഇപ്പോൾ കളക്ടർ പങ്കുവച്ച ഒരു വിവരമുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. സാധ്യമായ എല്ലാ വഴിയും സംസ്ഥാനവും തലത്തിലും കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. ആവശ്യമായ മുഴുവൻ സമ്മർദ്ദവും കർണാടകത്തിന് മേൽ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും ചെലുത്തുന്നുണ്ട്. അവിടുത്തെ IAS ഉദ്യോഗസ്ഥരുമായി കളക്ടർ സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ കളക്ടറുമായും അതോടൊപ്പം സബ് കളക്ടറുമായി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചിരുന്നു. അവിടുത്തെ SP ഉൾപ്പെടെ സംസാരിച്ചിരുന്നു. ഏത് രീതിയിലാണ് ഇപ്പോഴുള്ള ഈ പ്രവർത്തനങ്ങൾ പോകുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം കളക്ടർ ചോദിച്ച് മനസ്സിലാക്കി എന്നാണ് നമ്മോട് പങ്കുവച്ചത്. NDRFന്റെയും നേവിയുടെയും സംഘങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തി എന്നുള്ള ഒരു വിവരവും കളക്ടർ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാര്യമായ ഒരു ഇടപെടൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന നിലയിലുള്ള വിവരമാണ് കളക്ടർ നൽകിയത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം കാര്യമായി തന്നെ നടക്കുന്നുണ്ട് എന്ന വിവരമാണ് കളക്ടർ സ്നേൽകുമാർ നമ്മളോട് പങ്കുവച്ചത്. കളക്ടർ ഈ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. സാധ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് കളക്ടർ കുടുംബത്തെ അറിയിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ ആശങ്കകളും കളക്ടർ കേട്ടിരുന്നു. ഏത് നിലയിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്ന ഒരു പുരോഗതിയും കളക്ടർ വിലയിരുത്തി. അതുമാത്രമല്ല, ഈ വിഷയങ്ങളെല്ലാം കുടുംബത്തെ കൃത്യമായി തന്നെ കളക്ടർ അറിയിച്ചിട്ടുമുണ്ട്. ശരി ഇർഫാൻ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അർജുൻ്റെ കോഴിക്കോട്ടെ വീട് സന്ദർശിച്ചു. തെരച്ചിലിന് ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് കളക്ടർ പറയുന്നത്. കർണാടക സർക്കാരുമായി നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി.